തിരുവനന്തപുരം നഗരത്തോട് ചേർന്ന് കിടക്കുന്ന വിഴിഞ്ഞം എന്ന കൊച്ചു തീരപ്രദേശം ഇന്ന് ലോക ഭൂപടത്തിൽ സുവർണ്ണ ലിപികളിൽ എഴുതപ്പെട്ടിരിക്കുകയാണ്. വർഷങ്ങളുടെ കാത്തിരിപ്പിനും അനിശ്ചിതത്വങ്ങൾക്കുമൊടുവിൽ ഇന്ത്യയുടെ പ്രഥമ ഡീപ്പ് വാട്ടർ ട്രാൻസ്ഷിപ്മെന്റ് തുറമുഖം യാഥാർത്ഥ്യമായപ്പോൾ അതിനു പിന്നിൽ പ്രവർത്തിച്ച ഏറ്റവും വലിയ ചാലകശക്തി ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അചഞ്ചലമായ ഇച്ഛാശക്തിയും ദീർഘവീക്ഷണവുമാണ്. 2025 മെയ് മാസം 2-ാം തീയതി പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം രാഷ്ട്രത്തിന് സമർപ്പിച്ചപ്പോൾ അത് കേവലം ഒരു അടിസ്ഥാന സൗകര്യ വികസന പദ്ധതിയുടെ ഉദ്ഘാടന ചടങ്ങായിരുന്നില്ല. മറിച്ച് നൂറ്റാണ്ടുകളായി ഇന്ത്യക്ക് നഷ്ടപ്പെട്ടിരുന്ന സമുദ്രാധിപത്യം തിരികെ പിടിക്കുന്ന ഒരു സുപ്രധാന ചരിത്ര മുഹൂർത്തമായിരുന്നു അത്. സ്വാതന്ത്ര്യലബ്ധിക്ക് ശേഷം ദശാബ്ദങ്ങളോളം കേവലം കടലാസുകളിൽ മാത്രം ഒതുങ്ങി നിന്നിരുന്ന ഒരു വലിയ സ്വപ്നത്തെ തൻ്റെ അസാമാന്യമായ ഭരണ പാടവം കൊണ്ടും വികസനത്തോടുള്ള അടങ്ങാത്ത അഭിനിവേശം കൊണ്ടും യാഥാർത്ഥ്യത്തിൻ്റെ തീരത്തേക്ക് കൈപിടിച്ച് നടത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പങ്ക് ഇന്ത്യയുടെ നാളത്തെ ചരിത്രം ഏറ്റവും നന്ദിയോടെയാകും സ്മരിക്കുക. ഒരു തുറമുഖം എന്നതിനേക്കാൾ വിഴിഞ്ഞം ഇന്ത്യയുടെ സാമ്പത്തിക പരമാധികാരത്തിൻ്റെ അടയാളമാണ് എന്ന് തുടക്കം മുതൽ തന്നെ നരേന്ദ്രമോദി തിരിച്ചറിഞ്ഞിരുന്നു. 2014 അദ്ദേഹം അധികാരത്തിൽ വരുമ്പോൾ രാജ്യത്തെ സമുദ്ര വ്യാപാര മേഖല വലിയൊരു പ്രതിസന്ധി നേരിടുകയായിരുന്നു. അതിവിശാലമായ കടൽ തീരമുണ്ടായിട്ടും ലോകത്തിലെ ഏറ്റവും വലിയ ചരക്ക് കപ്പലുകൾക്ക് അഥവാ മദർ വെസലുകൾക്ക് അടുക്കാൻ തക്ക ആഴമുള്ള ഒരു തുറമുഖം പോലും ഇന്ത്യക്ക് സ്വന്തമായി ഉണ്ടായിരുന്നില്ല. ഈ വലിയ പോരായ്മ മനസ്സിലാക്കിയ അദ്ദേഹം സാഗർമാല എന്ന ബൃഹത്തായ പദ്ധതിയിലൂടെ രാജ്യത്തെ തുറമുഖ അധിഷ്ഠിത വികസനത്തിന് ഏറ്റവും മികച്ച തുടക്കം കുറിച്ചു. ഇതിൻ്റെ ഏറ്റവും വലിയ ഗുണഭോക്താവായി മാറിയത് വിഴിഞ്ഞമാണ്. ഇന്ത്യയുടെ ഭൂമിശാസ്ത്രപരമായ സവിശേഷതകളെ എങ്ങനെ സാമ്പത്തിക കുതിച്ചുചാട്ടത്തിനായി ഉപയോഗിക്കാം എന്ന അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടാണ് ഇവിടെ പ്രതിഫലിച്ചത്. അന്താരാഷ്ട്ര കപ്പൽച്ചാലിൽ നിന്നും കേവലം 10 നോട്ടിക്കൽ മൈൽ മാത്രം അകലെ സ്ഥിതി ചെയ്യുന്ന വിഴിഞ്ഞത്തിൻ്റെ തന്ത്രപ്രധാനമായ പ്രാധാന്യം തിരിച്ചറിഞ്ഞ കേന്ദ്ര സർക്കാർ പദ്ധതിക്ക് ആവശ്യമായ എല്ലാവിധ പിന്തുണയും ഉദാരമായി നൽകാൻ തീരുമാനിക്കുകയായിരുന്നു. സാമ്പത്തികമായി ഒട്ടേറെ പ്രതിസന്ധികൾ നേരിട്ട ഈ ബൃഹത്തായ പദ്ധതിക്ക് യഥാർത്ഥത്തിൽ ജീവൻ നൽകിയത് കേന്ദ്ര സർക്കാരിൻ്റെ ധീരവും നിർണായകവുമായ ഇടപെടലുകളായിരുന്നു. സാമ്പത്തിക വിദഗ്ധർ പോലും ഈ പദ്ധതിയുടെ ലാഭക്ഷമതയെക്കുറിച്ച് ആശങ്കകൾ പങ്കുവച്ച ഒരു കാലമുണ്ടായിരുന്നു. അത്തരമൊരു സാഹചര്യത്തിൽ വൻകിട നിക്ഷേപകർ പിന്തിരിഞ്ഞു പോകാതിരിക്കാൻ വയബിലിറ്റി ഗ്യാപ്പ് ഫണ്ടിംഗ് അതായത് VGF അഥവാ സാമ്പത്തിക വിടവ് നികത്തൽ തുകയായി 818 കോടി രൂപ അനുവദിക്കാനുള്ള നരേന്ദ്രമോദി സർക്കാരിൻ്റെ തീരുമാനം ഈ പദ്ധതിയുടെ തലവര പൂർണ്ണമായി മാറ്റിമറിച്ചു. ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായാണ് ഒരു തുറമുഖ പദ്ധതിക്ക് ഇത്തരത്തിൽ കേന്ദ്ര സർക്കാർ ഇത്രയും വലിയ തുക VGF ആയി അനുവദിക്കുന്നത്. ഇത് ഏതെങ്കിലും തരത്തിലുള്ള ഒരു സൗജന്യമായിരുന്നില്ല, മറിച്ച് ഇന്ത്യയുടെ ഭാവിക്കായുള്ള ഏറ്റവും മികച്ചതും സുരക്ഷിതവുമായ നിക്ഷേപമായിരുന്നു. പദ്ധതിയുടെ സാമ്പത്തിക ബാധ്യതയുടെ ഒരു വലിയ ഭാഗം സ്വയം ഏറ്റെടുത്തുകൊണ്ട് വികസനത്തിന് തടസ്സമാകുന്ന പ്രതിസന്ധികളെ മറികടക്കാനുള്ള കേന്ദ്ര സർക്കാരിൻ്റെ ഈ സന്നദ്ധതയാണ് വിഴിഞ്ഞത്തെ ഒരാഗോള യാഥാർത്ഥ്യമാക്കി മാറ്റിയത്. വർഷങ്ങളായി ഇന്ത്യ നേരിട്ടിരുന്ന ഏറ്റവും വലിയ വെല്ലുവിളികളിലൊന്ന് ചരക്ക് ഗതാഗത രംഗത്തെ വിദേശ ആശ്രയത്വമായിരുന്നു. ഇന്ത്യയിലേക്കുള്ളതും ഇന്ത്യയിൽ നിന്നുള്ളതുമായ വലിയൊരു ശതമാനം കണ്ടെയ്നറുകളും കൊളംബോ, സിംഗപ്പൂർ, ദുബായ്, പോർട്ട് ക്ലാങ് തുടങ്ങിയ വിദേശ തുറമുഖങ്ങളിലൂടെയാണ് കൈമാറ്റം ചെയ്യപ്പെട്ടിരുന്നത്. അതായത് ഇന്ത്യയുടെ മൊത്തം ട്രാൻസ്ഷിപ്മെൻറ്റിൻ്റെ 75% നടന്നിരുന്നത് വിദേശ രാജ്യങ്ങളുടെ മണ്ണിലായിരുന്നു. ചെറു കപ്പലുകളിൽ ഇന്ത്യയിൽ നിന്നും കൊളംബോയിൽ എത്തിക്കുന്ന ചരക്കുകൾ അവിടെ വെച്ച് വലിയ കപ്പലുകളിലേക്ക് മാറ്റിക്കയറ്റുന്ന ഈ പ്രക്രിയ രാജ്യത്തിന് പ്രതിവർഷം കോടിക്കണക്കിന് രൂപയുടെ വിദേശ നാണ്യ നഷ്ടമാണ് ഉണ്ടാക്കിയിരുന്നത്. നരേന്ദ്രമോദി എന്ന ദേശസ്നേഹിയായ ഭരണാധികാരിയുടെ ദീർഘവീക്ഷണം കൃത്യമായി പതിഞ്ഞത് ഈ സാമ്പത്തിക ചോർച്ചയ്ക്ക് മേലാണ്. രാജ്യത്തിൻ്റെ പണം രാജ്യത്ത് തന്നെ നിൽക്കണം, അത് നമ്മുടെ ജനങ്ങളുടെ വികസനത്തിനായി ഉപയോഗിക്കണം എന്ന അദ്ദേഹത്തിൻ്റെ പ്രഖ്യാപിത ലക്ഷ്യത്തിൻ്റെ സമ്പൂർണ്ണ സാക്ഷാത്കാരമാണ് വിഴിഞ്ഞം. ഈ ഒറ്റ തുറമുഖം പൂർണ്ണ സജ്ജമായതോടെ ഇന്ത്യയുടെ കോടിക്കണക്കിന് രൂപയുടെ വരുമാന ചോർച്ച ഇല്ലാതാവുകയാണ് ചെയ്തത്. ഇതിനോടകം തന്നെ കൊളംബോയ്ക്കും സിംഗപ്പൂരിനും ബദലായി വിഴിഞ്ഞം ലോകത്തെ പ്രധാന വാണിജ്യ കേന്ദ്രമായി അതിവേഗം മാറിക്കൊണ്ടിരിക്കുന്നു. മേക്ക് ഇൻ ഇന്ത്യ എന്ന നരേന്ദ്രമോദിയുടെ സ്വപ്ന പദ്ധതിയുടെ പൂർത്തീകരണത്തിന് വിഴിഞ്ഞം പോലെ ഒരു തുറമുഖം അത്യന്താപേക്ഷിതമായിരുന്നു. ഇന്ത്യയെ ലോകത്തിൻ്റെ നിർമ്മാണ കേന്ദ്രമാക്കി മാറ്റുക എന്ന ലക്ഷ്യത്തിലേക്ക് രാജ്യം കുതിക്കുമ്പോൾ ഇവിടെ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന സാധനങ്ങൾ ലോകവിപണിയിൽ ഏറ്റവും കുറഞ്ഞ ചെലവിലും ഏറ്റവും വേഗതയിലും എത്തിക്കാൻ ആഗോള നിലവാരത്തിലുള്ള ഒരു ട്രാൻസ്ഷിപ്മെൻറ്റ് പോർട്ട് അനിവാര്യമാണ്. 18 മുതൽ 20 മീറ്റർ വരെ സ്വാഭാവിക ആഴമുള്ള വിഴിഞ്ഞത്തിന് ലോകത്തിലെ ഏറ്റവും വലിയ അൾട്രാ ലാർജ് കണ്ടെയ്നർ വെസലുകളെ അനായാസം ഉൾക്കൊള്ളാൻ സാധിക്കും. MSC ഐറീന പോലെയുള്ള ലോകത്തെ വമ്പൻ കപ്പലുകൾ വിഴിഞ്ഞത്ത് നങ്കൂരമിട്ടപ്പോൾ അത് വെറുമൊരു കപ്പലെടുക്കൽ മാത്രമായിരുന്നില്ല, ആഗോള വിതരണ ശൃംഖലയിൽ ഇന്ത്യ സ്വന്തമാക്കിയ അതീശത്വത്തിൻ്റെ പ്രതീകം കൂടിയായിരുന്നു. ഇതിനു പുറമെ PN ഗതിശക്തി പദ്ധതിയുമായി സംയോജിപ്പിച്ചുകൊണ്ട് വിഴിഞ്ഞത്തേക്കുള്ള റോഡ്, റെയിൽ ഗതാഗത സൗകര്യങ്ങൾ ലോകോത്തര നിലവാരത്തിലേക്ക് ഉയർത്തുന്നതിനായുള്ള അതിവേഗ നടപടികൾക്കും കേന്ദ്ര സർക്കാർ തുടക്കം കുറിച്ചു കഴിഞ്ഞു. തുറമുഖത്തേക്കുള്ള റെയിൽ കണക്ടിവിറ്റി പൂർണ്ണമാകുന്നതോടെ ഇന്ത്യയുടെ ഏത് കോണിൽ നിന്നുമുള്ള ചരക്കുകൾ യാതൊരു തടസ്സങ്ങളുമില്ലാതെ വിഴിഞ്ഞത്തെത്തുകയും ലോക വിപണിയിലേക്ക് ഒഴുകുകയും ചെയ്യും.
വിഴിഞ്ഞം പോർട്ടിന്റെ സാങ്കേതിക തികവും അത് കൈകാര്യം ചെയ്യുന്ന അത്യാധുനിക സംവിധാനങ്ങളും മോദി സർക്കാരിന്റെ ഡിജിറ്റൽ ഇന്ത്യ, നൂതന സാങ്കേതിക വിദ്യയിലൂന്നിയ വികസനം എന്നീ ആശയങ്ങളുമായി തികച്ചും അടുത്തു നിൽക്കുന്നവയാണ്. പൂർണ്ണമായും യന്ത്രവൽകൃതമായ ക്രെയിനുകളും ആധുനിക കപ്പൽ ഗതാഗത നിയന്ത്രണ സംവിധാനങ്ങളും ഈ തുറമുഖത്തെ ലോകത്തെ തന്നെ ഏറ്റവും മികച്ച ടെർമിനലുകളുടെ പട്ടികയിൽ ഉൾപ്പെടുത്തുന്നു. ഏറ്റവും കുറഞ്ഞ സമയത്തിനുള്ളിൽ ചരക്കുകൾ ഇറക്കാനും കയറ്റാനും സഹായിക്കുന്ന ഗ്രോസ് ക്രെയിൻ റേറ്റ് വിഴിഞ്ഞത്ത് റെക്കോർഡ് വേഗത്തിലാണ് പ്രവർത്തിക്കുന്നത്. ലോകത്തെ മറ്റ് പല വൻകിട തുറമുഖങ്ങളിലും കപ്പലുകൾ അടുപ്പിക്കുന്നതിനായി കോടിക്കണക്കിന് രൂപ ചെലവിട്ട് നിരന്തരം മണ്ണുമാറ്റൽ പ്രക്രിയ നടത്തേണ്ടി വരുമ്പോൾ വിഴിഞ്ഞത്തിന്റെ സ്വാഭാവികമായ ആഴവും ഭൂപ്രകൃതിയും ആ ചെലവ് ഗണ്യമായി കുറയ്ക്കുന്നു. പ്രകൃതി കനിഞ്ഞു നൽകിയ ഈ അനുകൂല ഘടകത്തെ ലോകോത്തര എഞ്ചിനീയറിംഗ് മികവോടെ ഇന്ത്യയുടെ സാമ്പത്തിക കുതിച്ചുചാട്ടത്തിനായി മാറ്റിയെടുക്കുന്നതിൽ മോദി സർക്കാർ കാണിച്ച ഇച്ഛാശക്തി സമാനതകളില്ലാത്തതാണ്. നരേന്ദ്രമോദി സർക്കാരിൻ്റെ മാരിടൈം വിഷൻ 2030, അമൃത്കാൽ വിഷൻ 2047 എന്നീ ബൃഹത്തായ പദ്ധതികളുടെ നെടുംതൂണായിട്ടാണ് വിഴിഞ്ഞം തുറമുഖം വിഭാവനം ചെയ്യപ്പെട്ടിരിക്കുന്നത്. ഭരണപരമായ കാലതാമസങ്ങൾ ഒഴിവാക്കി അടിസ്ഥാന സൗകര്യ വികസനത്തിന് ഏറ്റവും ഉയർന്ന പരിഗണന നൽകുന്ന മോദി സർക്കാരിൻ്റെ നയം വിഴിഞ്ഞത്തിൻ്റെ വികസന വേഗതയിൽ വളരെ വ്യക്തമായി കാണാം. 2024 ജൂലൈയിൽ ആരംഭിച്ച ട്രയൽ റണ്ണിന് ശേഷം അതിശയകരമായ വേഗതയിലാണ് തുറമുഖം വളർന്നത്. 2026 ആകുമ്പോഴേക്കും തന്നെ 20 ലക്ഷത്തിലധികം കണ്ടെയ്നറുകൾ കൈകാര്യം ചെയ്തുകൊണ്ട് വിഴിഞ്ഞം ഇന്ത്യയിലെ ഏറ്റവും വേഗതയിൽ വളരുന്ന തുറമുഖമായി മാറി. ഈ വമ്പൻ വിജയം കണ്ടുകൊണ്ട് നിശ്ചലമായി നിൽക്കാനല്ല, മറിച്ച് പദ്ധതി കൂടുതൽ വേഗത്തിൽ വികസിപ്പിക്കാനാണ് പ്രധാനമന്ത്രി ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകിയത്. ഇതിന്റെ ഫലമായി തുടക്കത്തിൽ പദ്ധതിയുടെ വിവിധ ഘടകങ്ങൾ പൂർത്തിയാക്കാൻ നിശ്ചയിച്ചിരുന്ന സമയപരിധിയിൽ നിന്നും 17 വർഷം മുൻപേ തന്നെ വികസന പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കാനുള്ള നടപടികൾക്ക് കേന്ദ്ര സർക്കാർ പച്ചക്കൊടി കാട്ടി. 2028ഓടെ തുറമുഖത്തിന്റെ ശേഷി പ്രതിവർഷം 5.7 ദശലക്ഷം കണ്ടെയ്നറുകൾ കൈകാര്യം ചെയ്യുന്ന തരത്തിൽ വർദ്ധിപ്പിക്കുന്ന രീതിയിലുള്ള 16,000 കോടി രൂപയുടെ വിപുലീകരണ പദ്ധതികൾക്കാണ് ഇപ്പോൾ അതിവേഗം രൂപം നൽകിയിരിക്കുന്നത്. ഇന്ത്യയിലെ ഏറ്റവും നീളമേറിയ കണ്ടെയ്നർ ബെർത്തും അതിവിശാലമായ ബ്രേക്ക് വാട്ടർ സംവിധാനവും ഇതിലൂടെ യാഥാർത്ഥ്യമാകും. സാമ്പത്തിക നേട്ടങ്ങൾക്കപ്പുറം ദേശീയ സുരക്ഷയുടെയും തന്ത്രപരമായ സ്വയം പര്യാപ്തതയുടെയും തലത്തിൽ വിഴിഞ്ഞം നൽകുന്ന കരുത്ത് അപാരമാണ്. ഇന്ത്യൻ മഹാസമുദ്രം ആഗോള രാഷ്ട്രീയത്തിലെ ഏറ്റവും നിർണായകമായ ഒരു യുദ്ധക്കളമായി മാറിക്കൊണ്ടിരിക്കുന്ന ഇന്നത്തെ സാഹചര്യത്തിൽ രാജ്യത്തിൻ്റെ പ്രധാന വാണിജ്യ ആവശ്യങ്ങൾക്കായി വിദേശ രാജ്യങ്ങളെ ആശ്രയിക്കുന്നത് വലിയ സുരക്ഷാ ഭീഷണിയാണ്. നരേന്ദ്രമോദിയുടെ അതിശക്തമായ വിദേശ നയത്തിൻ്റെയും പ്രതിരോധ കാഴ്ചപ്പാടുകളുടെയും ഭാഗമായി കൂടിയാണ് വിഴിഞ്ഞം വികസിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. ഇന്ത്യക്ക് സ്വന്തമായി ഒരു ആഗോള ട്രാൻസ്ഷിപ്മെൻറ്റ് ഹബ്ബ് ഉണ്ടാകുന്നത് സമുദ്രപാതകളിലെ നമ്മുടെ സ്വാധീനം അരക്കെട്ടുറപ്പിക്കാനും പ്രതിസന്ധി ഘട്ടങ്ങളിൽ ആരുടെയും ഔദാര്യത്തിനായി കാത്തു നിൽക്കാതെ വാണിജ്യ സൈനിക ആവശ്യങ്ങൾ അനായാസം നിറവേറ്റാനും വലിയ തോതിൽ സഹായിക്കും. രാജ്യത്തിൻ്റെ ഖജനാവിലേക്ക് ഒഴുകിയെത്താൻ പോകുന്ന വൻ സാമ്പത്തിക നേട്ടവും ഇവിടെ എടുത്തു പറയേണ്ടതുണ്ട്. പൂർണ്ണതോതിൽ പ്രവർത്തനക്ഷമമാകുന്നതോടെ പ്രതിവർഷം 10,000 കോടി രൂപയുടെ കസ്റ്റംസ് ഡ്യൂട്ടി വരുമാനമാണ് വിഴിഞ്ഞത്തു നിന്നും പ്രതീക്ഷിക്കുന്നത്. ഇതിൽ ഒരു വലിയ ശതമാനം കേന്ദ്ര സർക്കാരിന് ലഭിക്കുമ്പോൾ അത് രാജ്യത്തിൻ്റെ മറ്റടിസ്ഥാന സൗകര്യ വികസന പദ്ധതികൾക്കും ദരിദ്രരുടെ ഉന്നമനത്തിനായുള്ള ജനക്ഷേമ പ്രവർത്തനങ്ങൾക്കും വലിയൊരു മുതൽക്കൂട്ടായി മാറും. കൂടാതെ ഒരു തുറമുഖം എന്നതിനപ്പുറം വിഴിഞ്ഞം അതിനു ചുറ്റുമുള്ള വലിയൊരു പ്രദേശത്തിൻ്റെ തന്നെ സാമ്പത്തിക മുഖച്ഛായ മാറ്റുകയാണ്. അനുബന്ധ വ്യവസായങ്ങൾ, ലോജിസ്റ്റിക്സ് പാർക്കുകൾ, വെയർഹൗസുകൾ എന്നിങ്ങനെ 10,000കണക്കിന് പ്രത്യക്ഷവും പരോക്ഷവുമായ തൊഴിലവസരങ്ങളാണ് ഈ പദ്ധതിയിലൂടെ സൃഷ്ടിക്കപ്പെടുന്നത്. ഇന്ത്യയിലെ യുവാക്കൾക്ക് സ്വന്തം രാജ്യത്ത് തന്നെ ലോകോത്തര നിലവാരത്തിലുള്ള തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുക എന്ന പ്രധാനമന്ത്രിയുടെ കാഴ്ചപ്പാട് കൂടിയാണ് ഇവിടെ പൂവണിയുന്നത്. ഭാവിയിൽ വിഴിഞ്ഞം കേന്ദ്രീകരിച്ച് ഒരു വലിയ നഗരവൽക്കരണവും സാമ്പത്തിക കുതിപ്പും സംഭവിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് സമുദ്ര വ്യാപാരത്തിൽ ലോകത്തെ അടക്കി ഭരിച്ചിരുന്ന ഒരു സുവർണകാലം ഭാരതത്തിനുണ്ടായിരുന്നു. അറബിക്കടലിലൂടെ ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലേക്കും ഇന്ത്യയുടെ വ്യാപാര കപ്പലുകൾ സഞ്ചരിച്ചിരുന്ന ആ പഴയ കാലഘട്ടത്തെക്കുറിച്ച് വിഴിഞ്ഞം തുറമുഖം രാഷ്ട്രത്തിന് സമർപ്പിച്ചുകൊണ്ട് നടത്തിയ ചരിത്രപരമായ പ്രസംഗത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അതിയായ അഭിമാനത്തോടെ ഓർമ്മിപ്പിച്ചിരുന്നു. ആ നഷ്ടപ്പെട്ട പ്രതാപം തിരികെ പിടിക്കാനുള്ള ഇന്ത്യയുടെ അശ്വമേധത്തിനാണ് അദ്ദേഹത്തിൻ്റെ ശക്തമായ നേതൃത്വത്തിൽ വിഴിഞ്ഞത്ത് തുടക്കം കുറിച്ചിരിക്കുന്നത്. മറ്റാരുടെയോ സ്വപ്നമെന്ന് കരുതി തള്ളിക്കളയാമായിരുന്ന, അല്ലെങ്കിൽ ചുവപ്പ് നാടകളിൽ കുരുങ്ങി നശിച്ചു പോകുമായിരുന്ന ഒരു വികസന പദ്ധതിയെ തൻ്റെ സർക്കാരിൻ്റെ സാമ്പത്തികവും ഭരണപരവും നയതന്ത്രപരവുമായ എല്ലാ പിന്തുണയും നൽകി ആഗോള യാഥാർത്ഥ്യമാക്കിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നാമം വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ ചരിത്രത്തിൽ എക്കാലവും സുവർണ ലിപികളിൽ തന്നെ രേഖപ്പെടുത്തും. പുതിയ ഇന്ത്യയുടെ, തികച്ചും സ്വയം പര്യാപ്തമായ ഇന്ത്യയുടെ, ലോകത്തിന് മുന്നിൽ തല ഉയർത്തി നിൽക്കുന്ന വികസിത ഭാരതത്തിൻ്റെ അനിഷേധ്യമായ അടയാളമായി വിഴിഞ്ഞം മാറുമ്പോൾ ഇന്ത്യയുടെ സമുദ്ര സാമ്പത്തിക മേഖലയ്ക്ക് അദ്ദേഹം നൽകിയ ഈ അമൂല്യമായ സംഭാവനയെ വരും തലമുറകൾ എക്കാലവും വലിയ കൃതജ്ഞതയോടെ സ്മരിക്കുക തന്നെ ചെയ്യും. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.